ഞങ്ങൾ മഹാരാഷ്ട്രയിൽ സന്ദർശിച്ച അടുത്ത ജ്യോതിർലിംഗ ക്ഷേത്രം ഔന്ധ നാഗനാഥ ക്ഷേത്രമായിരുന്നു. മുംബൈ നാഗ്പൂർ സമൃദ്ധി മഹാമാർഗ് വഴി ഔന്ധ നാഗനാഥ ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾ നന്ദേദിലേക്കുള്ള യാത്ര ആരംഭിച്ചു. 2 ദിശകളിലും 3 പാതകൾ, എക്സിറ്റുകളിൽ ടോൾ ബൂത്തുകൾ, കൃത്യമായ ഇടവേളകളിൽ ഇന്ധന പമ്പുകൾ എന്നിവയുള്ള നന്നായി ആസൂത്രണം ചെയ്തതും നന്നായി നടപ്പിലാക്കിയതുമായ ഒരു പദ്ധതിയാണ് മുംബൈ നാഗ്പൂർ സമൃദ്ധി മഹാമാർഗ്. ഇന്ത്യയിലെ മറ്റ് ടോൾ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമ്മൾ ഹൈവേയിൽ സഞ്ചരിച്ച ദൂരത്തിന് മാത്രം ടോൾ ചാർജ് നൽകേണ്ടതുള്ളൂ. ഇടയിൽ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുവാനും ടോയ്ലറ്റ് ഉപയോഗിക്കുവാനും ഒരു പെട്രോൾ ബങ്കിന് സമീപം കാർ നിർത്തി. മഹാരാഷ്ട്രയിലെ ഹിങ്കോളി ജില്ലയിലാണ് ഔന്ധ നാഗനാഥ്, അതായത് നാഗേശ്വരം ജ്യോതിർലിംഗ ക്ഷേത്രം. 12 ജ്യോതിർലിംഗങ്ങളിൽ 8ാമത്തേതായി കണക്കാക്കപ്പെടുന്ന ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെയുള്ള ആദ്യത്തെ ക്ഷേത്രം പാണ്ഡവരിൽ മൂത്ത യുധിഷ്ഠിരൻ അല്ലെങ്കിൽ ധർമ്മരാജൻ അവർ ഹസ്തിനപുരിയിൽ നിന്ന് 14 വർഷക്കാലം വനവാസത്തിൽ കഴിയവേ പണി കഴിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് ഔറംഗസീബ് പഴയ ക്ഷേത്രം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ ക്ഷേത്രം യാദവ രാജവംശത്തിലെ സ്യൂന പുനർനിർമ്മിച്ചതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിൽ രാജ്ഞി അഹല്യഭായ് ഹോൾക്കറും ഒരു പങ്കാളിയായിരുന്നു. ഔന്ധ നാഗനാഥ ക്ഷേത്രം 13ാം നൂറ്റാണ്ടിലേതാണ്. പ്രധാന ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ചിന്താമണി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നമുക്ക് വളരെ വലിയ ഒരു ശിവലിംഗം കാണാം. ശിവലിംഗത്തിൽ തൊടുകയും അഭിഷേകം നടത്തുകയും ചെയ്യാം. ഒരു സ്ത്രീയാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരി. നാഗനാഥ ക്ഷേത്രത്തിൽ അതിമനോഹരമായ കൊത്തുപണികളുണ്ട്. 18.29 മീറ്റർ ഉയരമുള്ള ഏകദേശം 60,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഴയ ക്ഷേത്രം 7 നിലകളുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഹേമത് പന്തി വാസ്തുവിദ്യയിലാണ് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം. ഇതിന്റെ മുകൾ ഭാഗം പിന്നീടുള്ള കാലഘട്ടത്തിൽ അറ്റകുറ്റ പണികൾ നടത്തി. പേഷ്വായുടെ ഭരണകാലത്ത് നിലനിന്നിരുന്ന ശൈലിയിലാണ് ഈ ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഔറംഗസേബിന്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതും പുനർനിർമ്മിച്ചതുമായ വളരെ ആകർഷകമായ കൊത്തിയെടുത്ത ദശാവതാരി വിഷ്ണു വിഗ്രഹം കാണാം. 2 ആഴത്തിലുള്ള പടികൾ കടന്ന് ഭൂനിരപ്പിൽ നിന്ന് താഴെയാണ് ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ശ്രീഹരി വിഷ്ണുവിന് മാത്രമുള്ളതാണെന്ന് തോന്നും. കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരുന്നതിനാൽ ജ്യോതിർലിംഗം ഔറംഗസേബിന്റെ ആക്രമണത്തെ അതിജീവിച്ചു. ക്ഷേത്രത്തിന്റെ പുറം ചുവരുകളിലെ പല കൊത്തുപണികളും പ്രതിമകളും നശിപ്പിക്കപ്പെട്ടതായി കാണാം. ഏതാണ്ട് 12 മണിയോടെ ഞങ്ങൾ ഔന്ധ നാഗനാഥ ക്ഷേത്രത്തിലെത്തി. പ്രധാന ക്ഷേത്രത്തിൽ സൗജന്യവും പ്രത്യേകം പണമടച്ചുള്ള ദർശനത്തിനും വ്യത്യസ്ത ക്യൂകളുണ്ട്. ഔന്ധ നാഗനാഥ് പരിസരത്ത് 12 ജ്യോതിർലിംഗങ്ങൾക്കായി 12 ചെറിയ ക്ഷേത്രങ്ങളുമുണ്ട്. കൂടാതെ 108 ക്ഷേത്രങ്ങളും 68 ആരാധനാലയങ്ങളും ഈ പരിസരത്തുണ്ട്. എല്ലാം ശിവന്റേതാണ്. ഐതിഹ്യമനുസരിച്ച് കൗരവർ പാണ്ഡവരെ പകിടകളിയിൽ പരാജയപ്പെടുത്തി പാണ്ഡവർക്ക് 12 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ ഒളിവിൽ കഴിയാനും വിധിച്ചു. വനവാസകാലത്ത് പാണ്ഡവർ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. അവർ ദാരുകൻ എന്ന അസുരന്റെ ദാരുക വനത്തിലെത്തി, അതായത് ഡാർക്ക് ഫോറസ്റ്റ്. പാണ്ഡവരുടെ പശുക്കൾ നദീതീരത്ത് വെള്ളം കുടിക്കാൻ പോയിരുന്നു. നദിയിൽ നിന്ന് മടങ്ങിയ ശേഷം പശുക്കൾ പാൽ നൽകിയില്ല. ഇതുമൂലം പാണ്ഡവർക്ക് പാൽ കിട്ടിയില്ല. അവരറിയാതെ ആരാണ് പശുക്കളെ കറക്കാൻ കഴിയുകയെന്ന് അവർ ചിന്തിച്ചു. യുധിഷ്ഠിരൻ ഭീമനോട് പശുക്കളെ നിരീക്ഷിക്കാനും ഇതിന് പിന്നിലെ കാരണം കണ്ടെത്താനും പറഞ്ഞു. പശുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങിയ ഭീമൻ അവിടെ നടക്കുന്ന ഒരു അത്ഭുത സംഭവം മനസ്സിലാക്കി. നദിയിൽ വെള്ളം കുടിച്ച ശേഷം പശുക്കൾ സ്വയം സമർപ്പിക്കുന്നത് പോലെ അവരുടെ പാൽ നദിയിലേക്ക് ഒഴുകിയിരുന്നു. ഏതോ മഹാദേവൻ വെള്ളത്തിനടിയിൽ വസിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള യുധിഷ്ഠിരൻ ഭീമനോട് നദിയിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ പറഞ്ഞു. പാണ്ഡവർ വെള്ളം വറ്റിച്ചു തുടങ്ങി. നദിയുടെ മധ്യഭാഗം നല്ല ചൂടായിരുന്നു. വെള്ളം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ഭീമൻ തന്റെ ഗദ ഉപയോഗിച്ച് ജലോപരിതലത്തിൽ 3 തവണ അടിച്ചു. വെള്ളം വഴിമാറി ഒരു നീരുറവ പോലെ രക്തം ഒഴുകുന്നത് അവർ കണ്ടു. അവർ ജ്യോതിർലിംഗത്തെ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കണ്ടെത്തി. നദിയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ജ്യോതിർലിംഗമുള്ള ഒരു ഗംഭീരമായ ക്ഷേത്രം പാണ്ഡവർ നിർമ്മിച്ചു. നാംദേവിനെ കുറിച്ചും ഔന്ധ നാഗനാഥ ക്ഷേത്രത്തെക്കുറിച്ചും പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഹിന്ദുമതത്തിന്റെ വാർക്കാരി പാരമ്പര്യത്തിൽ മധ്യകാല ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ നർസി, ഹിങ്കോളി എന്നിവിടങ്ങളിൽ നിന്നുള്ള
ഒരു മറാത്തി വൈഷ്ണവ സന്യാസിയായിരുന്നു നാംദേവ്. പണ്ഡർപൂരിലെ വിത്തൽ ഭഗവാന്റെ ഭക്തനായാണ് അദ്ദേഹം ജീവിച്ചത്. വർക്കരി പാരമ്പര്യത്തിന്റെ സ്ഥാപകനായി അദ്ദേഹം പരക്കെ കണക്കാക്കപ്പെടുന്നു. ഒരിക്കൽ അദ്ദേഹം മറ്റു ചില ഭക്തന്മാർക്കൊപ്പം ക്ഷേത്രത്തിന് മുന്നിൽ ഭജന പാടുകയായിരുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ പാട്ടുപാടുന്നത് അവരുടെ പതിവ് പൂജകൾക്കും പ്രാർത്ഥനകൾക്കും തടസ്സമാകുന്നുണ്ടെന്ന് പറഞ്ഞ ക്ഷേത്ര പൂജാരിമാർ അദ്ദേഹത്തോട് ക്ഷേത്രം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ക്ഷേത്ര പൂജാരി നാംദേവിനെ അപമാനിക്കുകയും താഴ്ന്ന ജാതിയിൽപ്പെട്ടതിനാൽ ക്ഷേത്രത്തിൽ വരരുതെന്ന് പറയുകയും ചെയ്തു. നാംദേവ് ക്ഷേത്രത്തിന്റെ പുറകുവശത്തേക്ക് പോയി അവിടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ തുടങ്ങി. എന്നാൽ ദുഃഖിതനായ ഭക്തനെ കാണാനും ഭജന കേൾക്കാനും ഭഗവാൻ ക്ഷേത്രത്തിന്റെ മറുവശത്തേക്ക് തിരിഞ്ഞിരുന്നു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് ഒരു നന്ദി പ്രതിമ ഉള്ളത് ആ അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ്. ഔന്ധ നാഗനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ശ്രീ സ്വയംഭൂ നീലകണ്ഠേശ്വരനെയും അന്നപൂർണ പാർവതി ദേവിയെയും ദർശിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ദർശനം അപൂർണമാണ്. ഔന്ധ നാഗനാഥ ക്ഷേത്രത്തിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വീഡിയോയുടെ വിവരണ ഭാഗത്ത് നൽകിയിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ശ്രീ സ്വയംഭൂ നീലകണ്ഠേശ്വരന്റെയും അന്നപൂർണ പാർവതി ദേവിയുടെയും ക്ഷേത്രത്തിന്റെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.